ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് കറ്റോടുള്ള അക്സ ബേക്കറിയിൽ നിന്ന് നമുക്കൊരു ഷാർജ ജ്യൂസ് കുടിക്കാം. എൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ട്. അതെൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സസ്പെൻസാണ്, പുറകെ കാണാം. അതുപോലെ തന്നെ ഈ കടയിലോട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങളൊരു ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വണ്ടി നിർത്തിയത്. എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് നടന്നു പോവുകയാണ്. എൻ്റെ തൊട്ട് പുറകെ വരാമെന്ന് പറഞ്ഞ ആളെ കാണുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണുന്നില്ല. ആളിപ്പുറേ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ വരും എൻ്റെ കൂടെ. നമുക്ക് കടയിലോട്ട് കയറാം. അവിടെ ചെന്നു. നേരത്തെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ട്. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്, പൊളിയാണ്. എൻ്റെ ഷർട്ട് കൊള്ളാവോ. ഇത് ഡിസ്കൗണ്ട് സെയിൽ മേടിച്ചാണ്. 850 രൂപയായുള്ളൂ. പക്ഷേ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഡിസ്കൗണ്ട് കിട്ടിയതാണ്, അതുകൊണ്ട് മേടിച്ചു. പിന്നെന്താ, നമുക്ക് നല്ല പച്ച ചിരി കണ്ട. എന്നിട്ട് ഓർഡർ ചെയ്തു. ഒരു ചേച്ചി വന്നപ്പോഴത്തേക്ക് 2 ഷാർജ ജ്യൂസ് ഓർഡർ കൊടുത്തിട്ട് ഓർഡർ കൊടുത്തപ്പോഴത്തേക്ക് ഇത് കൂടുതലുള്ള ആളെ കാണിച്ചില്ലല്ലോ അല്ലേ. സസ്പെൻസാണ്. ആൾ വരുന്നുണ്ട്, കുളപ്പനായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ആള് മെനു കാർഡൊക്കെ നോക്കുവാണ്. എന്നിട്ട് എന്താണെങ്കിലും മെനു കാർഡ് എന്താണെന്ന് പറഞ്ഞാലും അവസാനം ഷാർജ ജ്യൂസിലായിരുന്നു കുടിക്കത്തുള്ളൂ. പിന്നെ ഇന്ന് രാവിലെ ഇതുവഴി ഇതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ്. കാരണം റീൽസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ശരിക്കും ടയർഡായിട്ടാണ് വന്നത്. അതായത് ഇവിടെ ഒരു മനക്കച്ചിറ പാലം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ താഴെയായിട്ട് ഞങ്ങൾ എനിക്ക് വയ്യ പൊളിയാണ്. അപ്പം ഞാൻ മനക്കച്ചിറ പാലത്തിൻ്റെ അവിടെ നിന്ന് റീൽസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നും ഞങ്ങൾ ഇതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഷാർജ ജ്യൂസ് കുടിച്ചു. പക്ഷേ അഡാറ് സംഭവമായിരുന്നു. ചേച്ചി സംഭവമായിട്ട് വരുന്നുണ്ട്. ഒരു മഞ്ഞ പ്ലേറ്റ്. എൻ്റെ ഇൻറ്റിമേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് മഞ്ഞ. എന്താണെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ ആ പ്രസൻറ്റേഷൻ കണ്ടോ. ഈ ഇറച്ചിക്കടയിലൊക്കെ പട്ടി കുത്തിയിരിക്കുന്ന പോലെ. കാരണം എൻ്റെ കൂടെയുള്ള ആൾ ലിസ വീഡിയോ എടുക്കുവാണ്. അപ്പം ഇതെങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരിത്. പക്ഷേ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഇതെടുക്കുക എന്നുള്ളൊരു പ്രഹസനമാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എനിക്ക് വയ്യ. കാരണം രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ലെന്നേ. ഇപ്പം ഡയറ്റിംഗ് ആണ്. ഞാൻ പുതിയൊരിടത്തോട്ട് വർക്ക് ചെയ്തെന്ന് കരുതിയെടുത്ത് ഞാൻ 52 കിലോയിൽ നിന്ന് 64 കിലോയിലോട്ട് മാറി. അപ്പം അത് കാരണം കട്ട ഡയറ്റിംഗ് ആണ്. ഉച്ചയ്ക്കൊന്നും ചോറിനൊന്നും ഉണ്ണുന്നില്ല. രാവിലെ 2 ചപ്പാത്തി കൊണ്ടുപോകും, പക്ഷേ കഴിക്കാറില്ല. അത് കൂടുള്ള ഞങ്ങൾ 2-3 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്യത്തേ ഉള്ളൂ. എൻ്റെ അമ്മ പൊളി സാധനം. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് രാവിലെ ഞാൻ 2 ചപ്പാത്തി കഴിച്ചു. കാരണം വെച്ചാൽ ഇന്ന് കുഞ്ഞിനെയും കൊണ്ട് രാവിലെ ആശുപത്രിയിൽ പോകണമായിരുന്നു. കാരണം കുഞ്ഞിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ. ഇന്നലെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവരുടെ സ്കൂളിലെ ഒരു ഡോക്ടർ വന്നു. അപ്പോൾ പറഞ്ഞു കുഞ്ഞിനെ ഒന്ന് ഒരു പീഡിയാട്രിഷ്യൻ. സംഭവം തീർന്നു കേട്ടോ. അയ്യോ പൊളി. അപ്പോഴത്തേക്കാണ് പിന്നെ ഞാൻ ഓർത്തത് എൻ്റെ കൂടെയുള്ള കാട്ടുകാഴ്ചയുടെ ഞാനതങ്ങ് അതും മേടിച്ചു. പക്ഷേ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. സ്കാനിങ്, ECG, ബ്ലഡ് ടെസ്റ്റ് എല്ലാം നോർമലാണ്. പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ബേക്കറി ഐറ്റംസ് ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ മേടിച്ചു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ലിസയുടെ കയ്യിൽ ഞാൻ ഇച്ചിരി പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന ബില്ല് ഞാൻ പേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ എന്തോരത്ത് നൈസായിട്ട് അവിടെ നിന്ന് അങ്ങ് മുങ്ങി കണ്ട. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നോക്കി വെള്ളം ഇറക്കി. എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല. കാരണം മധുരമൊക്കെ ആയതുകൊണ്ടേ വലിയ താല്പര്യമില്ല. പക്ഷേ എന്നിട്ട് മനസ്സോടെ അതുപോലെ തന്നെ 140 രൂപ പോയതിൻ്റെ വിഷമമാണോ എന്തോ ആണോ അറിയത്തില്ല. അവിടെ നിന്ന് പുറത്ത് തിങ്ങിച്ചാടി. നാളെ പുതിയ വീഡിയോ കാണാം. ബൈ.